വിശുദ്ധ ഡോൺ ബോസ്കോയുടെ തിരുശേഷിപ്പിന് യാത്ര ചെയ്യാൻ സാധിച്ചത് വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. വിശുദ്ധ ഡോൺ ബോസ്കോ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ യുവജനങ്ങളെയും കുട്ടികളെയും മുതിർന്നവരെയും ആകർഷിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്നത് അനുഭവിച്ചറിയുവാൻ എനിക്ക് സാധിച്ചു. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ തിരുശേഷിപ്പ് എത്തിയിട്ടെല്ലാം അപാലവൃത്തം ജനങ്ങളും യുവജനങ്ങളും കുട്ടികളും മുതിർന്നവരും അദ്ദേഹത്തെ തേടിയെത്തുന്നത് വളരെ സന്തോഷത്തോടെ കാണുവാനായിട്ട് എനിക്ക് സാധിച്ചു. ഇദ്ദേഹം അത്ഭുതം പ്രവർത്തിക്കുന്ന വിശുദ്ധനാണ് എന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ഒരു അത്ഭുതം നേരിട്ട് കാണുവാനും എനിക്ക് സാധിച്ചു. വയനാട്ടിൽ നിന്ന് താമരശ്ശേരിയിലേക്ക് വരുന്ന വഴിയിൽ ചുരം മുഴുവൻ ബ്ലോക്കായി കിടക്കുമ്പോൾ പെട്ടെന്നൊരു യുവാവിലൂടെ ഡോൺ ബോസ്കോ അത്ഭുതം പ്രവർത്തിച്ചത് എനിക്ക് കാണാൻ സാധിച്ചു. ഒരു യുവാവ് ചെന്ന് ഒരു പോലീസുകാരനോട് പറഞ്ഞു, ഞങ്ങളുടെ വണ്ടി മുഴുവൻ ഇവിടെ ബ്ലോക്കായി കിടക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അദ്ദേഹം മറ്റനേകം വാഹനങ്ങൾ അവിടെ ബ്ലോക്കായി കിടക്കുമ്പോൾ ഡോൺ ബോസ്കോയുടെ തിരുശേഷിപ്പ് ഉൾക്കൊള്ളുന്ന വാഹന വ്യൂഹത്തെ കടത്തിവിടുകയും അങ്ങനെ ഞങ്ങൾക്ക് വളരെ സേഫായിട്ട് താഴെ എത്തുവാനും സാധിച്ചു. വിശുദ്ധ ഡോൺ ബോസ്കോ വഴിയായി നിരവധി ആളുകൾ കൂടുതൽ ക്രിസ്തുവിനെ അറിയുവാനും യുവജനങ്ങളെ കൂടുതൽ സ്നേഹിക്കുവാനും ഇടവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും വിശുദ്ധ ഡോൺ ബോസ്കോയുടെ സ്വാധീനവും മധ്യസ്ഥവും ഇന്നും ശക്തമായി തുടരുന്നു എന്നുള്ളതിൻ്റെ വലിയ ഒരു അടയാളം കൂടിയാണ് ഇതൊക്കെ. തീർച്ചയായിട്ടും വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ഈ തിരുശേഷിപ്പിന് അനുയാത്ര ചെയ്യാൻ സാധിച്ചത് എല്ലാവർക്കും, പ്രത്യേകിച്ച് താമരശ്ശേരി രൂപതയ്ക്കും ഇവിടുത്തെ സലേഷ്യൻ കുടുംബാംഗങ്ങൾക്കും മുഴുവൻ യുവജനങ്ങൾക്കും വലിയൊരു ഭാഗ്യമാണ്. അതോടൊപ്പം തന്നെ വലിയൊരു ദൈവാനുഗ്രഹവുമാണ്. തീർച്ചയായിട്ടും വിശുദ്ധന്റെ ഈ മധ്യസ്ഥവും ഈ സ്നേഹവും എല്ലാവരിലൂടെയും എല്ലാ മതസ്ഥരിലേക്കും തുടരുവാൻ ഇനിയും ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുത്ത മുഴുവൻ സലേഷ്യൻ കുടുംബാംഗങ്ങൾക്കും താമരശ്ശേരി രൂപതയുടെ മുഴുവൻ പേരിലുള്ള കൃത്യമായ നന്ദിയും അഭിനന്ദനവും അർപ്പിക്കുന്നു. ദൈവത്തിന് നന്ദി. ഒരു വൈദികൻ എന്ന നിലയിലും വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ഒപ്പമുള്ള യാത്ര വളരെ വ്യക്തിപരമായി എനിക്കൊരു അനുഭവമായിരുന്നു. അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പിൻ്റെ കൂടെ നടക്കുമ്പോൾ വലിയ ഒരു ദർശനം ലഭിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വലിയ ആ ഒരു മധ്യസ്ഥവും അദ്ദേഹം യുവജനങ്ങളോട് സ്നേഹവും ഇന്നും എന്നിലൂടെയും ആവശ്യപ്പെടുന്നു എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ ദുഃഖങ്ങളും സന്തോഷങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും ഒക്കെ ഈ വിശുദ്ധനോട് പങ്കുവയ്ക്കുവാനും വിശുദ്ധനെ പോലെ തന്നെ ജീവിതത്തിൽ കൂടുതൽ ലക്ഷ്യബോധവും കൂടുതൽ സമർപ്പണ ബോധവും ഉണ്ടാകണം എന്നും തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വിശുദ്ധനോടൊപ്പമുള്ള യാത്ര വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിലും വലിയൊരു അനുഗ്രഹമായിരുന്നു.